യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 180 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ശമൂവേൽ പറഞ്ഞതുപോലെ ദാവീദിനെ ആളയച്ച് വരുത്തുന്നു. 1 ശമൂവേൽ 16:11. ദാവീദ് നടന്നു വരുന്നു. അവനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് അവൻ പവിഴ നിറം ഉള്ളവനും സുനേത്രനും കോമളരൂപിയും ആയിരുന്നു. ചേട്ടന്മാർ ചിന്തിച്ചു, ഇവനെ രാജാവാക്കുകയില്ല. കാരണം ഞങ്ങളെ 7 പേരെയും നിർത്തി തൈലക്കൊമ്പ് തലയിൽ ഒഴിക്കാൻ തുടങ്ങും പറയും തിരഞ്ഞെടുത്തിട്ടില്ല. വെറുതെ ഇവനെയും തിരഞ്ഞെടുക്കത്തില്ല എന്നവർ തമ്മിൽ പറഞ്ഞു കാണും. മാത്രമല്ല, ഇവർക്ക് വൈരാഗ്യം കൂടിക്കാണും. കാരണം ഒരു യോഗ്യതയില്ലാത്ത ഇവനെ എങ്ങനെ രാജാവാക്കും? പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിലുള്ള യോഗ്യതകളെ ആദ്യം പറഞ്ഞത്. അവനെ സുനേത്രനാണ്, കോമള രൂപിയാണ്, പവിത്രാണ്, ദൈവം കണ്ടതാണ്. 1 ശമൂവേൽ 16:12. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഒരു വലിയ പ്രയോഗമാണ് അവിടെ പറയുന്നത്. അപ്പോൾ യഹോവ എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ ദൈവം ദാവീദിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദാവീദിനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി യഹോവ അവന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതിനകത്തൊരു സന്ദേശം പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മളിലൂടെ സാധിക്കും. നമ്മുടെ ജീവിതയാത്രയിലെ വലിയ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, ഇതാരും കാണുന്നില്ലേ? കാണുന്നൊരു ദൈവം ഉണ്ടെന്ന് എന്നോട് കാര്യം ഓർപ്പിച്ചു കൊള്ളുന്നു. ദൈവം എഴുന്നേറ്റു എന്ന് പറയുമ്പോഴേ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് ആത്മാവിൽ ശമൂവേൽ കാണുകയാണ്. ശമൂവേൽ എഴുന്നേറ്റു. ഈ 7 സഹോദരന്മാരുടെയും മാതാപിതാക്കളെ, ചർച്ചക്കാരെ, വലിയൊരു കൂട്ടം ഇപ്പോൾ ഇശായിയുടെ ഭവനാങ്കണത്തിലുണ്ട്. അവരുടെ മധ്യേ ഇതാ അവന്റെ തലയിലേക്ക് അഭിഷേക തൈലം ഒഴിച്ചു, അവനെ രാജാവാക്കി. എന്നാൽ അവന്റെ അപ്പനും അമ്മയും ഇത് അംഗീകരിക്കാൻ, അല്ലെങ്കിൽ ഇത് ശരിയാണെന്ന് ചിന്തിച്ചില്ല. ദാവീദിനെ നേരെ കാട്ടിലേക്ക് തന്നെ പറഞ്ഞു വിട്ടു. അതിനകത്തൊരു സത്യം മനസ്സിലാക്കണം. അതും ദൈവഹിതമാണ്, അതും ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടതയുടെ കഠിനശോധന എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതാണ്. ദാവീദ് ആരാണെന്ന് തനിക്ക് തന്നെ ബോധ്യമുണ്ടാകണം. അതിനുവേണ്ടി ദൈവം കാട്ടിവിട്ടു. ഇതാ വരുന്നു, സിംഹം വരുന്നു, കരടി വരുന്നു. അവന് വേണമെങ്കിൽ ഓടി മറയാമായിരുന്നു. അവന് തൊട്ടപ്പുറത്ത് നിന്നായ ആട്ടിടയന്മാർ വിളിച്ചു പറഞ്ഞു കാണും, ദാവീദെ ഓടിക്കോ,
ഓടിക്കോ, കരടി വരുന്നേ, സിംഹം വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു കാണും. എന്നാൽ ദാവീദിന്റെ മേൽ ഒരഭിഷേകം ഉണ്ടെന്ന് ദാവീദിനറിയാം. ആടിനെ പോലെ കീറി അത് രണ്ടിനെയും കൊന്നു. ദാവീദ് പിന്നീട് ആരോടും പറയാനായിട്ട് പോയുമില്ല. എനിക്ക് തോന്നുന്നത് ആദ്യമായി പ്രസ്താവിച്ചത് ശൗലിനോടായിരിക്കാം എന്നാണ് എൻ്റെ ചിന്താഗതി. ഇതിനകത്തും ഒരു ആത്മീയ മർമ്മം നമ്മൾ മനസ്സിലാക്കണമേ. നമ്മുടെ മേൽ ഒരു അഭിഷേകമുണ്ട്, നമ്മുടെ മേൽ ഒരു അമാനുഷികമായ പവറുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കൂ, സെഹിയോൻ മാളിക മുറിയിൽ അവിടെ 120 മേൽ പരിശുദ്ധാത്മാ പകർന്നു. ലോകത്തിലെ വൻ ശക്തികൾ, റോമൻ സാമ്രാജ്യം, അതുപോലെ നിരന്തരമായി ഈ അഭിഷേക തൈലം പ്രാപിച്ചവർ അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ആ ദൈവത്തിന്റെ സഭയെ തകർക്കാൻ വേണ്ടി അന്നു മുതൽ ഇന്നു വരെയും പോരാടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, സഭ ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ചെന്നു കഴിഞ്ഞു. സഭ ഇന്ന് ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യങ്ങളിൽ സഭകൾ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം എന്ത്? ദൈവത്തിന്റെ സഭയായതുകൊണ്ട് ദൈവം നോക്കിക്കൊള്ളും. ദൈവസഭയെ നശിപ്പിക്കാൻ നോക്കുന്നവരെ അത് ദൈവം ആ കാര്യം ചെയ്തുകൊള്ളും. നമ്മൾ അതിനകത്തെ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ അവസാനമായി പറഞ്ഞ ഭാഗം മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന് 18 മുതൽ. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൽ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അവസാനത്തെ ഭാഗം പറയുന്നത്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്തു. എന്നാണ് ലോകാവസാനം ഇവിടെ പറഞ്ഞിരിക്കുന്നതിന് അർത്ഥം? യേശുക്രിസ്തുവിന്റെ മധ്യാകാശത്തെ കാഹളനാദത്തോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് വരെയും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും എന്നരുളി ചെയ്തു. നമ്മുടെ ദൗത്യം ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രത്യേക കാര്യമുണ്ട്. ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനിവിടെ ക്ലാസ് തൽക്കാലം സമാപിക്കുന്നു. തുടർന്ന് ക്ലാസ് എടുക്കാൻ താല്പര്യപ്പെടുന്നു. ഞാനൊന്നും പറഞ്ഞൊരു കാര്യമാണ്, യേശുവിന്റെ വരവ് അടുത്തിരിക്കുന്നു. പോകുവാൻ തയ്യാറാകുക. ഭാരതത്തിൽ ഉണർവുണ്ടാകണമെങ്കിൽ നമ്മുടെ ശക്തമേറിയ പ്രാർത്ഥനയായിരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.